ഇതിനകത്ത് നയിച്ച സംഭവം എന്താണെന്ന് എനിക്കറിയില്ല. ഈ രണ്ടാം അച്ഛനായ അസ്കർ ഈ കുഞ്ഞിനോട് മുന്നേ അവരുടെ കൂടെ താമസിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ കുഞ്ഞിനെ അമ്മത്തൊട്ടിൽ ഏൽപ്പിക്കുന്നതായിട്ട് എൻ്റെ സുഹൃത്ത് മുഖേന ഞാൻ അറിഞ്ഞ പ്രകാരം ഞാൻ പറഞ്ഞു, അങ്ങനെ അമ്മത്തൊട്ടിൽ ഏൽപ്പിക്കേണ്ട കാര്യമില്ല. അവൻ്റെ അച്ഛൻ്റെ ആൾക്കാർ, ഞാനും അവൻ്റെ അപ്പൂപ്പനും അമ്മയും ഇവിടെ ഉണ്ട്, നമുക്ക് വേറെ ആരും ഇല്ല, അതുകൊണ്ട് നമ്മളിത് വളർത്തിക്കോളാം എന്ന് പറഞ്ഞ് ഇതിൻ്റെ പുറകെ ആയിരുന്നു 2-3 മാസം കൊണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ഈ അഖിലയുടെ മാമനുമായിട്ട് സംസാരിച്ചപ്പോഴത്തെ കുഞ്ഞിൻ്റെ കൈ ഒടിവുണ്ടെന്ന് പറഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ അതെങ്ങനെ സംഭവിച്ചെന്ന് വെച്ചാൽ പറഞ്ഞത് സൈക്കിളിൽ വീണ് കൈ ഒടിഞ്ഞതാണ് പറഞ്ഞത്. അപ്പോൾ ഞാനും അത് വിശ്വസിച്ചിരുന്നു. അങ്ങനെ ഈ പ്ലാസ്റ്റർ മാറ്റിയതിന് ശേഷം നിങ്ങളെ ഏൽപ്പിക്കാം എന്നുള്ളൊരു ധാരണയിൽ നമ്മളിങ്ങനെ സംസാരിച്ച് വെച്ചിരിക്കുമായിരുന്നു. അങ്ങനെ ഒരു മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു. ഈ അമ്മത്തൊട്ടിൽ ഏൽപ്പിക്കാൻ പോകണമെന്ന് പറഞ്ഞത് എന്നെ വിളിച്ച് അറിയിക്കുന്നത് ഈ കുഞ്ഞിൻ്റെ അമ്മ ഡാൻസറാണ്. അപ്പോൾ ഡാൻസിന് കൊണ്ടുപോകുന്ന ഡാൻസ് ടീച്ചറാണ് ഇത് രംഗത്ത് എന്നെ വിളിച്ചറിയിക്കുന്നു. ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾക്ക് ഇടപെടാൻ കാരണമാകുന്നതും ഈ അനു ടീച്ചറാണ്. ഈ അനു ടീച്ചർ ഇതിങ്ങനെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞതിന് ശേഷം അനു ടീച്ചർ പിന്നെ ഞാൻ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാറില്ല. ഈ വിഷയങ്ങളെക്കുറിച്ച് യാതൊന്നും കാര്യങ്ങളും സംസാരിക്കാനും മുതിർന്നിട്ടില്ല. ഇങ്ങനെ ഒരു മരണം സംഭവിച്ചിട്ട് പോലും ആ സ്ത്രീ എന്നോട് വിളിച്ച് സംസാരിക്കാനോ ഈ രംഗത്ത് വരാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അപ്പോൾ ഈ അസ്കർ, അതായത് ഇപ്പോഴുള്ള അഖിലയുടെ ഭർത്താവും ഈ ഡാൻസ് ടീച്ചറും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അവരിതിൽ നിന്ന് മാറി നിൽക്കാൻ എന്താണ് കാരണം എന്നുള്ളത് അത് വെളിച്ചത്ത് കൊണ്ടുവരണം. അന്വേഷണത്തിൽ കൊണ്ടുവന്ന് ഇതിൻ്റെ സത്യാവസ്ഥ തെളിയിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ കുഞ്ഞിനെ വിട്ടുകിട്ടണമെന്ന് ചേട്ടൻ ആവശ്യപ്പെട്ടിട്ടില്ലായിരുന്നു മുമ്പ്? ഞാൻ ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം 3 മാസത്തിന് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ കുഞ്ഞിൻ്റെ കാര്യത്തിന് വേണ്ടി ഇറങ്ങുന്നത്. ഈ കുഞ്ഞിൻ്റെ കാര്യത്തിന് ഇറങ്ങാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലെ അമ്മത്തൊട്ടിൽ പോകുന്ന പറഞ്ഞല്ലോ. അത് സംബന്ധിച്ചാണ് ഞാൻ അപ്പോഴാണ് തൊട്ട് ഇതിൻ്റെ പുറകെയാണ് നമ്മൾ തന്നെ ഏൽപ്പിച്ച് നമ്മളിത് നോക്കാം. അങ്ങനെ ഞാനിത് പറഞ്ഞത് ഈ കഴിഞ്ഞ 4 ദിവസത്തിന് മുമ്പ് ഞാൻ ഈ അഖിലയുടെ മാമനോട് വിളിച്ച് പറഞ്ഞു, 30-ാം തീയതി വരെ, ഈ മാസം 30-ാം തീയതി വരെ നിങ്ങൾക്ക് സമയം തരാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് പറ്റില്ല എന്നുണ്ടെങ്കിൽ, കാരണം കുറേ നാളായി നിങ്ങളിത് തരാമെന്ന് പറഞ്ഞിട്ടല്ലാതെ ഈ കുഞ്ഞിനെ നിങ്ങൾ ഇതുവരെ ഏൽപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ നിയമവശം തേടി പോകും എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ മാമൻ പറഞ്ഞത്, നിങ്ങൾ 30-ാം തീയതി ക്ഷമിക്ക്, നമുക്ക് അതൊരു പരിഹാരം ഉണ്ടാകാം. അവൾ ഈ മരണസമയത്ത് പോലും ഇവിടെ ഇല്ല, തമിഴ്നാട്ടിൽ ഡാൻസിന് പ്രോഗ്രാമിന് പോയിരിക്കുകയാണ്. 1.5 വയസ്സായ കുഞ്ഞിനെ ഇത്രയും ക്രൂരത മുമ്പും ഈ കൈയൊടിഞ്ഞത് സംഭവിച്ച അറിഞ്ഞിട്ടും ഇവൻ്റെ അടുത്ത് ആക്കിയിട്ട് പോയത്, അതിനകത്തും എനിക്കൊരു ദുരൂഹതയുണ്ട്. കുഞ്ഞ് ജനിച്ചതിന് ശേഷം കാണാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. കാണാനുള്ള ശ്രമം നടത്തി ഈ കുഞ്ഞിനെ ഇവിടുന്ന് 3 മാസം ഗർഭിണിയാകുമ്പോഴാണ് എൻ്റെ മകൻ മരിക്കുന്നത്. ആ മകൻ്റെ മരണത്തിന് ശേഷം ഇവിടെ പോയതിന് ശേഷം ഇത് പ്രസവ സമയത്ത് നമ്മൾ അറിയിക്കുമെന്ന് പ്രതീക്ഷിച്ചു, അങ്ങനെ അറിയിച്ചില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നൂലുകെട്ട് സമയത്ത് അറിയിക്കുമെന്ന് വിചാരിച്ചു, അതിനും ശ്രമിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ പിന്നെ ഇത് ഇവിടെ തൊട്ടടുത്തുള്ള ഫേസ്ബുക്ക് വഴിയൊക്കെയാണ് കുഞ്ഞിനെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പറയുന്ന അനു അല്ലെങ്കിൽ ഡാൻസ് ടീച്ചറും ഈ അസ്കറും തമ്മിലുള്ള ഇത് തന്നെയാണ് ആരോപിക്കുന്നത്. അവർ ഈ അനു ടീച്ചർ, ഡാൻസ് ടീച്ചർ മുഖേനയാണ് ഈ അസ്കറും അഖിലയും കൂടിച്ചേരാനുള്ള മെയിൻ വഴിയെന്ന് പറയുന്നത്. അവർ തന്നെയാണ് ഈ കുഞ്ഞിനെ എന്നെ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് പിന്നീട് ഈ അസ്കറും അനു ടീച്ചറും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് പിന്നെ കുഞ്ഞിനെ ഏൽപ്പിക്കാതെ ഇവർ ഒളിച്ചു കളി നടത്തുന്നത്. ഇതേവരെ ഇവർ രംഗത്ത് വന്നിട്ടില്ല. ഇന്നലെ ആശുപത്രിയിൽ കുഞ്ഞിനെ കാണുമ്പോൾ ഈ ഗുരുതരമായ ചതവും പാടുകളും ഞാൻ ഇന്നലെ ഈ രാവിലെ ഒരു 6 മണി സമയത്താണ് കുഞ്ഞ് മരണപ്പെട്ടത്. ആഹാരം തൊണ്ടയിൽ കുടുങ്ങി മരിച്ചു എന്നാണ് എൻ്റെ സുഹൃത്ത് എന്നോട് വന്ന് പറഞ്ഞ്. ഞാൻ അങ്ങനെ അവിടെ ചെന്ന് നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ പരാതി തന്നതിന് ശേഷം ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്കാണ് ഞാൻ ഈ കുഞ്ഞിൻ്റെ ദേഹം മൊത്തം തീപ്പൊള്ളലേറ്റ പാടും മുറിവേറ്റതിൻ്റെ പാടുകളും കാണുന്നത്. ഈ തൊണ്ടയിൽ ആഹാരം കുടുങ്ങി മരിക്കുന്ന കുഞ്ഞിൻ്റെ ദേഹത്ത് എങ്ങനെയാണ് ഈ പൊള്ളലും ഈ മുറിപ്പാടുകളും വരുന്നതെന്ന് അപ്പോഴും പറഞ്ഞു ഇത് കൊലപാതകമാണ് എന്ന് അവിടെ വന്ന സർക്കിൾ സാറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.